അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് ലുലുവിൽ ഓഫർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് പോയ ഒരു ദിവസമാണ്. ഓഫർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ ഓഫർ ഉള്ള ഒരു പേപ്പറോ കട്ടിങ്സോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിട്ട് പോവുക. ഓക്കെ. പിന്നെ നമ്മൾ ഓഫർ കറക്റ്റായി നോക്കിയിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ പോലെ പണി കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഓഫർ വെക്കുന്നത് നല്ലൊരു ഐഡിയ ആണ് ഈ ബിസിനസ്സുകാരുടെ, അത് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരു ബഡ്ജറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ബില്ലാകും എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്ത് നല്ല നോയ്സ് ഉണ്ട്. ഞങ്ങൾ ലുലുവിലെത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് പോയ ദിവസം തന്നെയായിരുന്നു. കുറേ ദിവസമായി നമ്മൾ ലുലുവിൽ പോകുമ്പോൾ എപ്പോഴും ലുലുവിൽ എന്നല്ല, എപ്പോൾ പുറത്ത് പോകുമ്പോഴും നമ്മൾ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ പോകാറുള്ളത്. അങ്ങനെ ഇതും നമുക്കതിന് പറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അതിന് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിലെത്തി. പിന്നെ അവിടുന്ന് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു ഒക്കെ. പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ഡിക്കിയിൽ കയറ്റി. നമ്മൾ കുറച്ച് പഴയ പാത്രങ്ങളുണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാവ മെറ്റൽസിൽ വന്നു. അവിടുന്ന് ഞാൻ 2 കുക്കറും ഒരു പാനും എടുത്തു, ഒരു ദോശ തവ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകും. അത്യാവശ്യം നല്ല സമയമുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചിക്കിങ്ങിലാണ് നമ്മൾ പോയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇന്നും എനിക്കൊരു ചീറ്റ് ഡേ എന്ന് പറയാം. ചീറ്റിൽ ഒരു നേരത്തെ ഫുഡ് മാത്രമേ ഞാൻ ചീറ്റ് ചെയ്തിട്ടുള്ളൂ. രാവിലെ ഞാൻ ഇതിനനുസരിച്ച് കാലറി കമ്മിയുള്ള എനിക്ക് തോന്നുന്നു ഒരു പഴം കഴിച്ചിട്ടാണ് പോയത്. പിന്നെ എനിക്കറിയാം ഉച്ചയ്ക്ക് ഇന്ന് ഹെവി ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ രാത്രി വന്നിട്ടും നമ്മളൊന്നും കഴിച്ചില്ല. അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ലുലുന്ന് മേടിച്ച ഐറ്റംസുകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രൊവിഷൻ ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ മറ്റേത് അങ്ങോട്ട് പൊട്ടിയിരുന്നു കേട്ടോ കവറ്. പിന്നെ ഉഴുന്ന് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഓരോ കിലോ വെച്ചിട്ടെടുത്തു. പിന്നെ ബത്തി അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ടാവില്ലേ, അത്, കടല, ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ക്രീമിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഡി വാഷിന് ഓഫർ ഉണ്ടായിരുന്നു. പെർഫ്യൂമും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു ഓരോരുത്തർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. ന്യൂട്ടെല്ലാം എടുത്തു. പിന്നെ സോപ്പാണ് കേട്ടോ, അതെടുത്തു. അങ്ങനെ കുറേ ഐറ്റംസുകൾ ഇങ്ങനെ എടുത്തെടുത്ത് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം 23K അവിടെ മാത്രം ബില്ല് വന്നു കേട്ടോ. ലുലുവിൽ പ്രൊവിഷൻ എടുക്കുന്ന അവിടെ മാത്രം. പിന്നെ ഉണക്കമീൻ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെമ്മീൻ മസാല ഇട്ടിട്ടുള്ള ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാത്ത മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മേടിച്ചു. ഓയിൽ മേടിച്ചു. ഓയിലിനൊന്നും കാര്യമായിട്ട് ഡിസ്കൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഡിസ്കൗണ്ട് ഉള്ളത് ചപ്പാത്തി പൊടി, പിന്നെ ഷുഗർ, പിന്നെ നമ്മുടെ പുട്ടുപൊടി, ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെയാണ് കാര്യമായിട്ട് ഓഫർ ഉണ്ടായിരുന്നത്. പിന്നെ നോക്കിയെടുക്കുകയാണെങ്കിൽ ക്രീം ഐറ്റംസുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗങ്ങളിലൊക്കെ നട്ട്സുകൾക്കൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മേടിച്ച ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ കാണിച്ചു തരികയാണ്. എപ്പോഴും എന്നോട് കമൻറ്റ് ബോക്സിലൊരു കാര്യം ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു മാസം എത്ര രൂപയാണ് എക്സ്പെൻസ് ആവുക എന്നുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല എക്സ്പെൻസ് നമുക്ക് ആവാറുണ്ട്. അത് ഇത്രയെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല കേട്ടോ. അത് പറയാൻ എന്തോ എനിക്കൊരു മടി. പിന്നെ വാഷിംഗ് ലിക്വിഡ് എടുത്തു. മന്ത് പാക്കറ്റാണ് കേട്ടോ ഇപ്പം എടുത്തത്. അതിന് ഓഫർ ഉണ്ടായിരുന്നു. ലേസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രാഗ്രൻസ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സിലൊക്കെ ആ ഒരു ഐറ്റം എടുത്തു. വീറ്റ് ബ്രെഡ് എടുത്തു കേട്ടോ, ലുലുവിൻ്റെ തന്നെയാണ്. അപ്പോൾ അതെടുത്തു. ബ്രഷ് എടുത്തു. പിന്നെ എൻജോണ്ടറിൻ്റെ ക്രീം പൗഡർ, പിന്നെ ഇത് ഫ്ലോർ ക്ലീനർ, അതുപോലെ മാമ എർത്തിൻ്റെ ഷാമ്പു, അത് റിഹാൻക്ക് വേണ്ടി എടുത്താണ്. പിന്നെ കോൾഗേറ്റ്, പിന്നെ നട്ട്സുകൾ, ബദാം, കാഷ്യൂ, പിസ്ത, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെർഫ്യൂമിൻ്റെ ഐറ്റംസ് എടുത്തു. പിന്നെ എനിക്ക് തോന്നി മീറ്റ് മസാലയ്ക്കും സാമ്പാർ മസാലയ്ക്കൊക്കെ നല്ല ഓഫർ പോലെ തോന്നി, അപ്പോൾ അതെടുത്തു. ടൊമാറ്റോ കെച്ചപ്പിന് ഓഫർ ഉണ്ടായിരുന്നു, അതെടുത്തു. ഇത് എനിക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഉമ്മാക്കാണ്. പിന്നെ ഇത് കുട്ടികൾക്ക്. അങ്ങനെ ഇത്രയും ഐറ്റംസ് നമ്മൾ ലുലുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൂ മേടിച്ചു കേട്ടോ. എനിക്ക് ഷൂവിനൊക്കെ ഫാഷൻ സ്റ്റോറിലാണ് നല്ല ഓഫർ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്യൂമയുടെ ആണ് കേട്ടോ മേടിച്ചത്. ഇതിന് 50% ഓഫർ ഉണ്ടായിരുന്നു. അത് ഉള്ളിലുള്ള സ്പഞ്ച് എങ്ങനത്തെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ പുറമേ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ പഴയ പാത്രങ്ങൾ കൊടുത്തിട്ട് അതിന് വെറും 1700 രൂപയെ നമുക്ക് കിട്ടിയുള്ളൂ. ബാക്കി നമ്മൾ ചേർത്തി എടുത്തു. പ്രസ്റ്റീജിൻ്റെ 2 കുക്കർ എടുത്തു. 3 ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈങ് ദോശ തവ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്യൂട്ടൂറ എന്നാണോ എന്താ ഇതിന് കറക്റ്റ് എനിക്കറിയില്ല. ഹോക്കിൻസിൻ്റെ ഈ ഒരു ബ്രാൻഡാട്ടോ എടുത്തത്. ഭയങ്കര കട്ടിയും വെയിറ്റും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്. എനിക്ക് ഇങ്ങനത്തെ ഒരു തവ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചായി ഞാൻ. ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഡോവിൻ്റെ ബോഡി വാഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ബാഗും മേടിച്ചു കേട്ടോ. ഭയങ്കര സിമ്പിൾ ലുക്ക് തോന്നിയപ്പോൾ മേടിച്ചതാണ്. ലുലുവിൻ്റെ തന്നെ ബ്രാൻഡാണ് കേട്ടോ ഇത്. അപ്പോൾ അത് മേടിച്ചു. ഇതിന് 20 റുപ്പീസാണ് കേട്ടോ ഓഫർ ഉണ്ടായിരുന്നത്. 1800 കിട്ടി. അങ്ങനെ അതിൽ ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടത്. ഇതും ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് വെച്ചതാണ്. എനിക്ക് ചോക്ലേറ്റ് ക്രേവിങ്സ് വന്നാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അമൂലിൻ്റെ അല്ല അത്ര നല്ലത്, ഗാലക്സിൻ്റെ ആണ് അത്ര. പിന്നെ നമ്മൾ ഷുഗർ 5 കിലോൻ്റെ എടുത്തു. ആട്ട 10 കിലോയ്ക്കാണ് കേട്ടോ ഓഫർ. അപ്പോൾ അതും എടുത്തു. അങ്ങനെ നമ്മൾ ലുലുവിലൊക്കെ പോയി വന്ന് പിറ്റേ ദിവസം രാവിലെ എണിച്ച് ഉള്ള വ്ളോഗാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അല്ല, പിറ്റേ ദിവസം ഞാൻ എടുത്തില്ല, അതിൻ്റെയും പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് വ്ളോഗ് കുറച്ച് വൈകിയത്. അപ്പം നമുക്ക് ഇനിയും സ്റ്റൗവ് കിട്ടിയിട്ടില്ല. പല ആൾക്കാരും പെട്ടെന്ന് കിട്ടുന്നുണ്ട് പറഞ്ഞ് കമൻ്റ് ഇടുക എന്നല്ലാണ്ട് നമുക്ക് ഇനിയും സ്റ്റൗവ് കിട്ടിയിട്ടില്ല കേട്ടോ. 45 ദിവസവും കഴിഞ്ഞ് 50 ദിവസമൊക്കെ ആവാനുമായി. ഇനി എന്താണെന്നാവോ വരാത്തത്. ഈ ഒരു സിലിണ്ടർ വെച്ചിട്ട് ഞാൻ ഇത്രയും ദിവസം എങ്ങനെയൊക്കെയോ എത്തിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈസി കുക്കും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചായ വെച്ചു. ഞാൻ ഈസി കുക്ക് ആ ഒരു ഭാഗത്തേക്ക് വെച്ചു. ഇവിടെ ഒരുപാട് തിക്കും തിരക്കായപ്പോൾ അങ്ങനെ ആക്കിയിട്ടോ. അപ്പുറത്ത് ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചിന്തി. നമ്മൾ തൊട്ടടുത്ത് ഇല്ലാണ്ടാവുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അല്ലേ. നോക്കി നിൽക്കുമ്പോൾ പാല് തിളയ്ക്കില്ല. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ പാല് തിളയ്ക്കും. അങ്ങനെ ഇതാ ചായ റെഡിയായിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. പിന്നെ പാലൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. തിളച്ച പാല് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോഴും വളരെ കുറച്ച് ചായ തന്നെ കേട്ടോ കുടിക്കുക. ഒരുപാട് ചായ കുടിക്കാറില്ല. ചായ കുടിച്ചു എന്നൊരു ഫീല് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചായ കൂടിയുള്ളൂ കേട്ടോ. പിന്നെ കോളേജ് ഏതാ ചോദിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എൻജിനീയറിംഗ് കോളേജാണ് കേട്ടോ അവൻ്റെ. പിന്നെ വലൈക്കും അസ്സലാം. നമ്മുടെ വീട്ടിലെ ജോലികൾ റിലാക്സ് ചെയ്ത് ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും തോന്നുകയില്ല. ഉമ്മാനെയും ഉപ്പാനെയും കണ്ടപ്പോൾ ഹാപ്പിയായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അത് ശരി തന്നെയാണ് കേട്ടോ. നമ്മൾ ധൃതി പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ റിലാക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർന്ന പോലെ തോന്നും ചെയ്യും. ഭയങ്കര ധൃതി പിടിച്ച് കണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കിട്ടൂല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലുലുന്ന്. റെഡ് സ്നാപ്പറും അതുപോലെ കാളാഞ്ചിയാണ് മേടിച്ചിരുന്നത്. ഞാൻ റെഡ് സ്നാപ്പർ ചെമ്പല്ലി ഇല്ലേ നമ്മുടെ ഒറിജിനൽ, നമ്മളെ ഈ നാട്ടിൻപുറത്തൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ചെമ്പല്ലി അല്ല കേട്ടോ അത്. അപ്പോൾ ഒറിജിനൽ ചെമ്പല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ കഷ്ണങ്ങളും ഉണ്ട്, നല്ല കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് പൊരിക്കാനും വെക്കാം. ഐസ് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചതാണ് കേട്ടോ ഞാനത്. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, മോനിക്ക് കൊണ്ടുപോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാപ്സിക്കം, വലിയ ഉള്ളി, പച്ചമുളക് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നന്നാക്കി എടുത്ത് ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെയിറ്റ് 74-80 68-50 ആയിട്ടുണ്ട് കേട്ടോ ഞാൻ. അതായത് 74-ന് 68 എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഭയങ്കര സന്തോഷമായി എനിക്ക്. അത്രയും ഞാൻ കുറച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനിയും കുറയ്ക്കണം. പിന്നെന്താണ്, ഞാനും 12 മണിയാവുന്നു ഉറങ്ങാൻ അല്ലേ. അതൊന്ന് മാറ്റിയെടുക്കണം. എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. 12 മണി വരെ ഇവിടെ ഉറക്കം വരില്ല. എന്താ ചെയ്യുക, രാവിലെ എണീക്കാനും മടിയാവും. സൂപ്പർ വ്ളോഗ്. റിഹാൻ ഇപ്പോൾ ക്ലാസ് തുടങ്ങും. റിഹാൻക്ക് ഓഗസ്റ്റ് 2nd വീക്കിലാണ് ക്ലാസ് തുടങ്ങുക എന്ന് അവർ പറഞ്ഞത്. എല്ലാവരുടെയും ഇപ്പം ഈ റീൽസും അതും ഇതൊക്കെ നോണ്ടി സമയമാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ
ഒരു 10 മണിക്ക് ഉറങ്ങണം വെച്ചാൽ 9:30 ഫോൺ ദൂരെ മാറ്റി വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമായിരിക്കും അല്ലേ. അങ്ങനത്തെ ടിപ്സൊക്കെ അറിയാം, പക്ഷെ ചെയ്യൂല എന്ന് മാത്രം. അങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞ എല്ലാ ഐറ്റംസും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, വലിയുള്ളി, പച്ചമുളകൊക്കെ കേട്ടോ. ഇനി ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കുക. ഇച്ചിരി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. മീറ്റ് മസാല മാത്രം ഞാൻ ഇതിലോട്ട് മസാലയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. 1 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത ബ്രെഡും ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞിരുന്നു. അപ്പോൾ എഗ്ഗ് ഇട്ടില്ല, അല്ലെങ്കിൽ എഗ്ഗ് ചേർത്തി കൊടുത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മല്ലിയില, കറിവേപ്പിലയൊക്കെ കൊത്തിയരിഞ്ഞത് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സംഭവം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ട്രൈ ചെയ്യുക. ഞാൻ എന്തായാലും അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാനാണ് കേട്ടോ. എൻ്റെ മോനിക്ക് ചോറ് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ചിക്കനോ ഫിഷോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ വലിയ ഇതിൽ കഴിക്കുള്ളൂ. അതും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചില സമയത്ത് ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇത് എന്താണ് ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമായിരുന്നു പണ്ട്. ഇപ്പോഴൊന്നും പറയാറില്ല. ഇനിയിപ്പോൾ നാളെ പറയാമെന്ന് അറിയില്ല. പിന്നെ കിച്ചണിൽ കയറിയാൽ പിന്നെ പണി തന്നെയല്ലേ, അടിപൊളിന്ന്. അതെ, ജിനി തുടക്കാറില്ലേ? അയ്യോ, തുടക്കാറൊക്കെ ഉണ്ട് മുത്തേ. അത് എല്ലാ വ്ളോഗിലും കാണിക്കാറില്ല എന്ന് മാത്രം. റിഹാൻ്റെ കോളേജ് ഫീസ് ഡീറ്റെയിൽസ് പറയുമോ ചോദിക്കുന്നുണ്ട്. ഡൊണേഷനൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല മുത്തേ. ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഫീസ് ഒരു വർഷത്തിന് 1.95 വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ അടച്ചത് 1.95. അത് ഓരോ വർഷത്തിൽ 2000, 3000 പറഞ്ഞ് കൂടും. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് വരും കേട്ടോ. അപ്പോൾ വീറ്റ് ബ്രെഡിൽ ഞാൻ പീനട്ട് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് റോബസ്റ്റ് പഴം അങ്ങനെ നിരത്തി വെച്ചിട്ടാണ് ഞാൻ അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കണത് കേട്ടോ. നമ്മളൊക്കെ എന്നാണ് ഇങ്ങനത്തെയൊക്കെ ഒരു ലൈഫിലോട്ട് മാറുക എന്ന് എനിക്കറിയില്ല. 5 മിനിറ്റ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, 10 മിനിറ്റ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കഴിക്കുന്ന ഒരു കാലം നമുക്കും വരുമായിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ കുക്കിങ്ങിന് ടൈം അടുക്കളയിൽ ഇങ്ങനെ കളയുന്ന സ്ത്രീകളുള്ളത്. ഒരു ഇഡലി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എത്ര മണിക്കൂർ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് തന്നെ നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷേ പുറമേ രാജ്യക്കാരൊക്കെ സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ എന്നാൽ നമുക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ഹെൽത്ത് ഉള്ളത്? ഒരു ഹെൽത്തും ഇല്ല. ഉള്ള കാപ്സൊക്കെ അടിച്ച് കയറ്റി വീപ്പക്കുറ്റികളായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ. അങ്ങനെ ഇതാ ഞാൻ സിറ്റൗട്ട് ഒക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ചവിട്ടിയൊക്കെ ഒന്ന് ആക്കുന്നുണ്ട്. ഞാൻ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും ബോഡി ഷെയിം എന്ന രീതിയിൽ എടുക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് റിയാലിറ്റി ആണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ പുറത്ത് ഇങ്ങനെ ഇലകളൊന്നുമില്ല, മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉറക്കം ഒരു പ്രശ്നം തന്നെയാണ് ജിനി. 12 മണിയാവും തട്ടിമുട്ടി ഉറങ്ങാൻ. ഞാനും വിചാരിക്കും ആ ശീലം മാറ്റണമെന്ന്. നേരം വൈകി ഉറങ്ങിയാൽ തടിയും കൂടും. ഇപ്പോൾ എല്ലാവരും 12 മണിവരെ മൊബൈലിൽ തന്നെയാണ്. അത് ശരിയാണ് മുത്തേ. പിന്നെ ഞാനും 12 മണിയാവും. കുറേ പേരുണ്ട് കേട്ടോ അങ്ങനെ 12 മണിയാവും എന്ന് പറയുന്ന ആൾക്കാർ. പിന്നെ ഇനി നമുക്ക് FBയിൽ വല്ല കമൻസും ഉണ്ടോ നോക്കാം അല്ലേ. അയൻകുട്ടി പോവുകയാണ് കേട്ടോ സ്കൂളിലോട്ട്. അപ്പോഴേക്കും അവൻ പോയ ശേഷം ഞാൻ തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നു. മീൻ കറി വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ദ വേ യുവർ ഹബ്ബി ആൻഡ് അയാൻ ഈസ് എക്സാക്ട്ലി സെയിം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ജിനിയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ സിസ്റ്റർ ഇല്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല കേട്ടോ, ഒറ്റ മോനാണ്. സൂപ്പർ വീഡിയോ എത്താം. റിഹാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? ഗ്ലാസ് വച്ചത് കൊള്ളാം, താങ്ക് യു സോ മച്ച്. ക്ലാസ് ഓഗസ്റ്റ് 2nd വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോനും നെഹ്റു കോളേജിൽ ആണ് ചേർന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ജിനിയുടെ മോനും അവിടെ ചേർന്നിട്ടുണ്ടെന്ന്. ഇല്ല അതുല്യ, എൻ്റെ മോന് ഹിന്ദുസ്ഥാനിലാണ് കേട്ടോ ചേർന്നേക്കുന്നത്. ഹിന്ദുസ്ഥാൻ എൻജിനീയറിംഗ് കോളേജിലാണ് ചേർന്നിരിക്കുന്നത്. ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജ് വേറെയുണ്ട്. നെഹ്റുവിൽ നമുക്ക് നെഹ്റു നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല കേട്ടോ, സെറ്റായില്ല. അതുകൊണ്ടാണ് അതിൽ ചേർക്കാണ്ടിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ന്യൂഡിൽസ് മേടിച്ചതുണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പാക്ക് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വേഗം അതിനുള്ള പുറപ്പാടുകളൊക്കെ നോക്കുക കേട്ടോ. ഒരു വല്യമ്മ തന്നെ കണ്ണട എല്ലാം വെച്ച്
പോകുന്നെന്ന് പറയുന്നുണ്ട്. എല്ലാവരും വല്യമ്മ ആവുമല്ലോ, വല്യമ്മയൊക്കെ ആവണ വരെ ജീവിക്കുമെന്ന് ആർക്കറിയാം. ജീവിച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ വേഗം പോവുക, അത്ര തന്നെ. അങ്ങനെ ഞാൻ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂഡിൽസിലത്തെ മസാലകളൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ ഓരോ പാക്കായിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിരിക്കുന്നത്, ഓരോ കട്ട ഓരോ പാക്കായിട്ട്. അപ്പോൾ നമുക്കത് എടുക്കാനും ഒക്കെ എളുപ്പമാണ്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മസാല ഇട്ട് ഇച്ചിരി സോസ് ഇട്ട് ഞാൻ അത് തിളപ്പിക്കാൻ വേണ്ടി അപ്പുറത്ത് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ ഉപ്പാക്കുള്ള ദോശയും റെഡിയാക്കാൻ വിചാരിച്ചു. കറി ഒന്ന് ചൂടാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പുറത്തെ ന്യൂഡിൽസിൻ്റെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ വേഗം അതിലോട്ട് ഇതിട്ടിട്ടുണ്ടായിരുന്നു. ന്യൂഡിൽസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗമായിട്ട് പിന്നെയുള്ളൂ ഇവിടെ എന്താ പറയുക ഇളക്കിയെടുക്കാറുള്ളത്. അങ്ങനെ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേഗം വേഗം അടച്ച് സെറ്റാക്കി എടുത്തിട്ട് ഉമ്മയും ഉപ്പയും വാക്കിങ് ചെയ്യാണ് ഫ്രണ്ടിൽ. അപ്പോൾ വേഗം കൊണ്ടുവച്ച് കഴിഞ്ഞ് വിളിക്കാമല്ലോ ആ സമയമാകുമ്പോഴേക്കും. ഞാനിതാ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഇനി എന്താണ് പറയാനുള്ളത് എന്ന് നോക്കട്ടെ. നമുക്ക് കമൻറ്റ് സെക്ഷനിൽ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ണ് കാണാത്ത ആൾക്കാർ വയ്ക്കുന്ന കണ്ണട എത്ര ഞാൻ വെച്ചിരിക്കുന്നത്, അത് കൂളിംഗ് ഗ്ലാസ് ആണടോ. പിന്നെ വീട് കറക്റ്റ് എവിടെയാണോ ചോദിക്കുന്നുണ്ട്. എൻ്റെ കറക്റ്റ് പ്ലേസ് കഞ്ചിക്കോട് ചുള്ളിമടയാണ്. ഇനി എൻ്റെ സ്വന്തം വീടാണെങ്കിൽ മണ്ണാർക്കാട് അലനല്ലൂർ, പിന്നെ ചുണ്ടോട്ടുകുന്ന് ആ ഒരു ഭാഗത്തായിട്ട് വരും കേട്ടോ. കുറേ പേർക്ക് അറിയാം. പിന്നെ ഷുഗർ ഉണ്ടോ നിങ്ങൾക്ക്, തൈറോയിഡ് നോർമൽ ആയോ എന്ന്? എനിക്ക് ഷുഗർ ഇല്ല കേട്ടോ, ഞാൻ ഷുഗർ കട്ടിലാണ്. നമ്മൾ ഷുഗർ വന്നാൽ മാത്രമല്ലല്ലോ ഷുഗർ അവോയ്ഡ് ചെയ്യുക. ഷുഗറൊന്ന് അവോയ്ഡ് ചെയ്ത് നോക്ക്, നമുക്ക് വരുന്ന കുറേ മാറ്റങ്ങൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കാലം ഷുഗർ കട്ടിലായിരുന്നു. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിക്കും, അത്രയും ക്രേവിങ്സ് വന്നാൽ കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ നല്ല ഷുഗർ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. കഴിക്കാൻ ഇപ്പോൾ ഭയങ്കര റിഗ്രറ്റാണ്. ചായയിലൊക്കെ ഇടുന്ന ഷുഗർ കഴിക്കും, അത് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഒരു സ്പൂൺ ചായ, ഒരു സ്പൂൺ ഷുഗർ കൊണ്ട് നമ്മൾ 4 ചായ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതായത് ഒരു 1/4 സ്പൂൺ ഷുഗറൊക്കെ ഉള്ളൂ നമ്മുടെ വയറ്റിലോട്ട് പോകുള്ളൂ. അതും കൂടെ കട്ട് ചെയ്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് ചായയിൽ ഒഴിവാക്കാൻ, കാരണം 2 ടൈപ്പ് ചായ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ ഷുഗർ ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് ഷുഗർ ഇടാൻ മറക്കും ചെയ്യും. അങ്ങനെ പല ഇഷ്യൂ കാരണമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാണ്ടിരുന്നത്. പിന്നെ അതുകൊണ്ട് ഷുഗർ ഒന്ന് നോക്ക്, കട്ട് ചെയ്ത് നോക്ക്. പിന്നെ +2 ഏതായിരുന്നു മോന് ചോദിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവനക്ക് ഇത് AI BTech DC ആണ്, ഡാറ്റ സയൻസ് ആണ് കേട്ടോ അവൻ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം കഴിക്കലും കഴിഞ്ഞ് ഞാൻ ഇന്നൊരു റോബസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. രാവിലെ റോബസ്റ്റ് മാത്രം കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇന്ന് അത് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചത് മീൻ കറിയും കൂട്ടി കുറച്ച് ചോറ് ഉണ്ണാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ ഇങ്ങനെ ലഘു ആക്കിട്ടോ. പിന്നെ വേഗം എന്ത് ചെയ്തു, അടിച്ചു വാരാണ്ടായിരുന്നു, കുറേ തുണികൾ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേഗം എടുത്തിട്ടുണ്ട്. ഇനി അടിപൊളി കണ്ണട സൂപ്പർ എന്ന് പറയുന്നുണ്ട്, താങ്ക് യു. പിന്നെ ഞാനും ഡയറ്റ് എടുത്തിരുന്നു. രാവിലെ ഇങ്ങനെയൊക്കെ തിന്നിട്ട് തലകറക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കാണ്ടിരുന്നാൽ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഈ ഒരു ഡയറ്റിൽ തലകറക്കം വന്നിരുന്നില്ല. ഇതിന് മുമ്പ് ഞാനൊരു 1 മന്ത് ഡയറ്റ് എടുത്തിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം എനിക്കൊരു നല്ല കോച്ചിനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലാണ്ട് എടുക്കാൻ പറഞ്ഞു. പിന്നെ എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും കുടിക്കുന്നുണ്ട്, ധാരാളം വെള്ളം ഇപ്പോഴും കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും ഞാൻ വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെ ഞാനിവിടെ തൈര് ഒഴിച്ച് എടുക്കുകയാണ്. നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും ഒന്ന് ചൂടാക്കിയിട്ട് ചെറിയ ചൂടിൽ നല്ല കട്ട തൈര് അതിലോട്ട് ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴേക്കും നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. യോഗട്ട് എന്നൊക്കെ പറയാം നമുക്കതിനെ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീനൊന്ന് കഴുകണം. പിന്നെ അതുപോലെ പാത്രം കുറച്ച് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ.
അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കാർബ്സ് കട്ടിങ് ഡയറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിരിക്കണം. തലകറക്കമൊക്കെ വരും. ഇപ്പം അന്ന് ഞാൻ എന്ത് ചെയ്തു, വർക്കൗട്ട് ചെയ്തിരുന്നില്ല, ഡയറ്റ് മാത്രം ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് പോയി. പിന്നെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ച് കാർബ്സ് കഴിക്കാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ വർക്കൗട്ട് പോണതിൻ്റെ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ചോറ് കഴിക്കും. പിന്നെ വൈകുന്നേരം ഒരുപാട് ക്ഷീണമുണ്ടെങ്കിൽ കോഫി കുടിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ നമുക്ക് പോണതിന് മുമ്പ് ഏത്തപ്പഴം കഴിക്കാം, റോബസ്റ്റ് കഴിക്കാം, 2 ചപ്പാത്തി വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. കാരണം അവിടെ പോകുമ്പോൾ നമുക്കത് ബേൺ ചെയ്യാൻ പറ്റും. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതങ്ങ് ബേൺ ആയി പോയിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ പൊരിച്ച മസാല ഉണ്ടാക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളിച്ചെണ്ണ, വിനീഗർ. എൻ്റെ കോമൺ മസാലയാണ്. ഏത് മീനിൽക്കും ഭയങ്കര ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ട് നമുക്കിതാ ഇതുപോലെ മീനുണ്ടായിരുന്നു. കറക്റ്റ് 5 പീസായിരുന്നു കേട്ടോ. നമ്മൾ 5 പേർക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. നല്ല വലിയ കഷ്ണമായതുകൊണ്ട് ഒറ്റ കഷ്ണം തന്നെ ധാരാളം മതിയാവും കേട്ടോ. അപ്പം ഞാൻ എല്ലായിടത്തും ഇതുപോലെ മസാല പുരട്ടി എടുത്ത് വെക്കുകയാണ്. ഇനി എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞാൻ മീൻ പൊരിച്ചെടുക്കാറ്. അപ്പോഴേക്കും നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും. ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചത്. പിന്നെ നമ്മൾ ചെറുപയർ കഴുകി വൃത്തിയാക്കി അതിലോട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് ഞാൻ ഈസി കുക്കിൽ തന്നെയാണ് ഇതും വെക്കുന്നത്. പ്രഷർ കുക്കർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഞാൻ മീൻ കറി എന്തായാലും ഇതിലേ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ഈസി കുക്കിൽ കറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉലുവയും ജീരകവും ഇട്ട് തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതൊന്നും വേഗം വഴറ്റാൻ വേണ്ടി വെച്ചു. വഴണ്ട് വന്നപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പും ചേർത്തി നമ്മൾ നേരത്തെ മീനിൻ്റെ മസാല ആ ഒരു പാത്രം കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു പാത്രത്തിലുള്ള മസാലകൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് മീനിട്ട് കൊടുക്കാം. ഇവിടെ പല കഷ്ണങ്ങളുണ്ടായിരുന്നു. വാലുണ്ടായിരുന്നു, തലയുണ്ടായിരുന്നു, പിന്നെ വയറിൻ്റെ ആ ഭാഗങ്ങളിൽ അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ പുതിയ കുക്കറിൽ ഇതാ അരിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇന്ന് ചോറും ഇതിൽ തന്നെ വെക്കാം കേട്ടോ. പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ സിലിണ്ടർ കിട്ടിയാലും ഞാൻ ചോറും ഇതൊക്കെ അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേഗത എന്തോ കോണിച്ച് വന്നപ്പോഴാട്ടോ അങ്ങനെ തട്ടിയിട്ടത്. തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതാ തിളച്ചിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം. ഞാൻ ഈ തവയിൽ തന്നെയാണ് മീൻ പൊരിച്ചെടുത്തത്. നന്നായി വാഷ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ എല്ലാ തവകളും ഞാൻ കൊടുത്തു കേട്ടോ, പുതിയത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ബഡ്ജറ്റിൽ അവിടെ നിന്നില്ല. അപ്പം ഞാൻ മേടിക്കാണ്ട് പോകുന്നു. ഇനി ഓൺലൈനിൽ നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിലും അപ്പോൾ ഞാനിങ്ങനെ മറിച്ചിട്ടപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പുതിയ ചട്ടിയിൽ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. നമ്മൾ ചട്ടിയിൽ തട്ടാണ്ട് മറിച്ചിടുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ മീനും എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എനിക്കിന്ന് ഇച്ചിരി ചോറുണ്ണണം എന്ന് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറയുന്ന ഡയലോഗാട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും ചോറ് ഉണ്ണണം, കുറച്ച് ഒരു കയ്യിൽ, അത്രയേ ഉള്ളൂ. ഒരു കയ്യിൽ ചോറ്, ചെറുപയർ, പൊരിച്ച മീൻ കറിയത്തെ മീൻ, ആഹാ സ്വർഗം മാമ സ്വർഗം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞേക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജും FB പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.